നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെല്ലാവരും സുഖമാണ്. നമുക്കറിയാം സുഖം സ്വസ്ഥമായ ഹോബിറേ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഗൈസ്. ഇന്ന് രാവിലെയാണ്, ഡേ 2 ആണ് നമ്മുടെ അൽബാറിൽ. നമ്മൾ എവിടെ പോവാണ്, എവിടെ പോകുന്നത്? എന്നിട്ട് ഗൈസ് ഇവിടെ നോക്കലുണ്ടല്ലോ, രാവിലെ എന്ത് ഫോഗും തണുപ്പാണ് ഗൈസ്. നോക്ക് ഇപ്പൊ കാണിക്കാം. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് നോക്കി എവിടെ നോക്കിയാലും ഫോഗാ. ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണും. എനിവേസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തി ഗൈസ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം സെറ്റിലായി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ടൈം പാസിന് വേണ്ടി ഞാൻ നന്ദിയുടെ കൂടെ കുറച്ച് ജിങ്കാലെല്ലാം കളിച്ചു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഗൈസ് ഫൈനലി നമ്മുടെ പ്ലേറ്റിൽ പൊറോട്ടയും മുട്ടക്കറി വന്നേക്കും. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മളുണ്ടല്ലോ പല ആക്ടിവിറ്റീസ് അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സിപ്പ് ലൈൻസ് ഉണ്ട്, പിന്നെ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് ഞാൻ ഇത് പറയുന്ന കേട്ടത് നമ്മളുണ്ടല്ലോ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോകും ഗൈസ്. അറിയത്തില്ല, ചിലപ്പോൾ നമ്മൾ പോയായിരിക്കും. അങ്ങനെ ഗൈസ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് we finally hit the road. I have been waiting for this moment through my whole life guys. കാരണം ഈ സമയത്തിലാണ് നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. പക്ഷെ എൻജോയ് ചെയ്യുന്ന മുമ്പിൽ നമ്മളൊരു ചെറിയൊരു ഗ്രീൻ പാർക്കിൽ വന്നു. ഇനി നമുക്ക് അവിടുത്തെ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാം. ഇതിന്റെ അകത്ത് ചെന്നപ്പോൾ ഗൈസ് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലെത്തി. ഈ ആക്ടിവിറ്റിയുടെ പേരാണ് സ്കൈ സൈക്കിൾ. നമുക്കുള്ളൂ ഈ സൈക്കിളിന്റെ മണ്ടി എന്നത് അവിടെ ദൂരെ പോകണം, എന്നിട്ട് ആ സൈക്കിൾ തിരിച്ചു വരും. ആദ്യം ധനഞ്ജയം ദേവ പോയായിരുന്നു ട്രൈ ചെയ്യാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ എൻജോയ് ചെയ്തില്ല. യൂസ് ദേവ ഇപ്പോൾ ഓടിച്ചോണ്ടിരുന്ന സൈക്കിൾ ഇല്ലേ, അതിൽ ഒരു പെഡലേ ഉള്ളൂ. അത് കാരണം ദേവ അവിടെ സ്റ്റക്കായി പാവം. പിന്നെ ഒരു റെസ്ക്യൂർ വന്നിട്ട് അവനെ റെസ്ക്യൂ ചെയ്തു. ഇതാണ്ട് ഒരു റിയൽ ഫുട്ടേജ്. ആൻഡ് ധനഞ്ജയ് ലെറ്റ്സ് ജസ്റ്റ് സേ അവന്റെ എക്സ്പീരിയൻസ് ഹൈറ്റ്സിന്റെ കൂടെ അത്ര നല്ലതല്ലായിരുന്നു. പിന്നെ എന്റെ ടേൺ വന്നായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം എനിക്കൊരു കമ്പനി തരാൻ വേണ്ടി എന്റെ അച്ഛൻ എന്റെ കൂടെ വന്നു. ആൻഡ് ഓണസ്റ്റ്ലി എനിക്ക് ഒന്നും സംഭവിച്ചില്ല. ഇൻഫാക്ട് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ നേരെ അവിടെ പോയി, എന്നിട്ട് നമ്മൾ സേഫ്ലി ആയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്ന സമയത്തിലാണല്ലോ എന്റെ അച്ഛനുള്ളൂ മോളിൽ നിന്ന് നല്ല അടിപൊളി വ്യൂ ക്യാപ്ചർ ചെയ്തു. വിശ്വാസം വന്നില്ല, ദേ ഈ ഫുട്ടേജ് നോക്കിക്കോ. ഓക്കെ, പോകുന്ന വഴിയിൽ എൻ്റെ ചെറിയൊരു ബാലൻസ് പോയി. ബട്ട് ഹേ, അറ്റ്ലീസ്റ്റ് ഐ എൻജോയ്. പിന്നെ താഴെ കാണുന്നില്ല എൻ്റെ ഫ്രണ്ട്സ്, അതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. എന്നിട്ട് ഇതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. ഫസ്റ്റ് നമ്മൾ 3 പേരും പോയായിരുന്നു. എന്നിട്ട് ഞാനും ദേവ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനി ധനഞ്ജയ എൻജോയ് ചെയ്തെന്ന് അങ്ങനെ എനിക്കൊരു ഡൗട്ട്. ബട്ട് ഹേ, അറ്റ്ലീസ്റ്റ് നമ്മൾ 3 പേരെ ഒരുമിച്ച് എൻജോയ് ചെയ്തല്ലോ. നമ്മൾ മറ്റൊരു സ്ഥലത്തിൽ പോകുന്ന എവിടെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് പോവാം ഫ്രണ്ട്സ്. സോ ലെറ്റ്സ് ഗോ. പിന്നെ ഗൈസ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്യൂട്ടിഫുൾ ഗ്രീനറി ഉള്ള സ്ഥലം കിട്ടി. നല്ല അടിപൊളി നേച്ചറാണ്. അതുകൊണ്ട് ജസ്റ്റ് സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ബ്യൂട്ടി. എനിവേസ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഏതൊരു റെസ്റ്റോറന്റിലെത്തി. എന്നിട്ട് ഇവിടെ ഇരുന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളെ ഫുഡ് ഫൈനലി എത്തി ഗൈസ്. ആസ് യു കെൻ സീ ഇവിടെ ഫുഡിന്റെ ലൈൻ ഒക്കെ ഉണ്ട്. എന്നിട്ട് എന്റെ പ്ലേറ്റിലാണ് നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് എന്നിട്ട് ചില്ലി ചിക്കൻ. ലഞ്ച് കഴിഞ്ഞ ശേഷം ഗൈസ് നമ്മൾ ഏതൊരു പാർക്കിലെത്തി. ഈ പാർക്കിന്റെ പേരാണ് രഗദാൻ പാർക്ക്. പിന്നെ ഗൈസ് ഇവിടെ ഒത്തിരി കൂടുതൽ ഫോഗ് ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് പോകുന്ന വഴിയിലുള്ള നമ്മൾ സൗദിയുടെ ട്രഡീഷണൽ ഡാൻസ് ഒക്കെ കണ്ടു. അതുകൊണ്ട് ഇനി നിങ്ങളും എൻജോയ് ചെയ്യും ഗൈസ്.
സിപ്പ് ലൈൻ. അതെ, ഇവിടെ നിന്നാണ് സിപ്പ് ലൈൻ തുടങ്ങുന്നത്. സിപ്പ് ലൈനിൽ കയറുന്നതിന് മുമ്പ് നമ്മളാണല്ലോ സിപ്പ് ലൈൻ എങ്ങനെ ഉള്ളത് നമ്മൾ മോളിൽ നോക്കാൻ പോയി. ആസ് യു കെൻ സി ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് ഇവിടെ നിന്നാണ് സ്കൈ സൈക്കിൾ തുടങ്ങുന്നത്. ആസ് യു കെൻ സി ഞാൻ പ്രീവിയസ്ലി കാണിച്ചായിരുന്നു നിങ്ങളെ. അപ്പൊ ഗൈസ് നമ്മുടെ ദേവ വളരെ സ്കേർഡ് സിപ്പ് ലൈനിൽ വരാൻ. എന്താ പേടിക്കുന്നത്? ഞാൻ അങ്ങോട്ട് പോയി നോക്കിക്കോ, എന്നിട്ട് മനസ്സിലാവും. താഴെ കൂടെ നോക്കിയപ്പോ ഗൈസ് ഒരാളെ സ്റ്റക്കായി പോയായിരുന്നു. പിന്നെ ഒരു റെസ്ക്യൂർ അയാളെ റെസ്ക്യൂ ചെയ്യുമായിരുന്നു. ആസ് യു കെൻ സി ഇതാദ്യം കണ്ടിട്ട് ഞാൻ പേടിച്ചു, പക്ഷെ ഞാൻ ഹെസിറ്റേറ്റ് ചെയ്തില്ല. ഞാൻ സ്റ്റിൽ പോകും, എനിക്ക് അത്ര പേടിയില്ല. ഇവിടാണ് സിപ്പ് ലൈനിൽ പോകുന്നതിന് മുമ്പ് നമ്മളെ സൂക്ഷിപ്പിക്കുന്നത്. ധനഞ്ജയം ഞാൻ ഓബ്വിയസ്ലി റെഡി ആയിരുന്നു. അതുകൊണ്ട് ആദ്യം ധനഞ്ജയം പോയി, എന്നിട്ട് അവനും റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞാനും പോയി, എന്നിട്ട് ഞാനും ഓബ്വിയസ്ലി റെഡിയായി ഓഫ് കോഴ്സ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്റെ അച്ഛനും ഡ്രസ് ആകാൻ പോവായിരുന്നു, കാരണം അച്ഛനും നമ്മുടെ കൂടെ വരികയാണ്. നമ്മൾ സിപ്പ് ലൈനിൽ പോവുകയാണ്. നമ്മൾ സൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സിപ്പ് ലൈനിൽ പോവുകയാണ്. നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മളിപ്പോൾ സിപ്പ് ലൈനിൽ വന്നിട്ടുണ്ട്. വളരെ സ്പീഡായിരിക്കും. ഹോപ്പ്ലി സർവൈവ് ചെയ്യാം. അതല്ല, സോ ഐ ഹോപ്പ് ദിസ് നോട്ട് മൈ ലാസ്റ്റ് വ്ലോഗ്. അപ്പോൾ ഈ സിപ്പ് ലൈൻ ഞാനൊന്ന് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം ഗൈസ്. നമുക്ക് ഇക്കോയും തുടങ്ങാം. ഇക്കോ ഇവിടെ തണുത്ത് വിറച്ചിരിക്കുകയാണ്. ഇക്കോ തൽമേ എന്താണ് എക്സ്പീരിയൻസ് ഇവിടുത്തെ? നിനക്കെന്താ ഒരു വാട്ടം? നമുക്ക് അടുത്ത നാളെ നമുക്ക് ഇക്കോനെ കേട്ടുന്നതായിരിക്കും കേട്ടല്ലോ. ഇവിടെ നമുക്ക് വേറെ അങ്കിൾ ഒരു ജോയിൻ വിത്ത് കേട്ടാ. എന്റെ എക്സ്പീരിയൻസ് അന്ന് അടിപൊളി കഥകളി. ഞാനല്ലോ സിപ്പ് ലൈനിൽ പോകാനപ്പോൾ കണ്ടല്ലോ, എനിക്കൊരു ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഞാൻ സ്ട്രക്കായി. പക്ഷെ എനിക്ക് റിയലൈസ് ആയല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതായിരുന്നു സിപ്പ് ലൈനിന്റെ പാട്ട്. നീ സ്ട്രക്കായപ്പോ പേടിച്ചാ? ഇല്ല, എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഒന്നും കാണാൻ പറ്റില്ല. പേടിയുണ്ടായിരുന്നോ? ഇല്ല, പേടിയില്ലായിരുന്നോ? കയറുമ്പോ പേടിയുണ്ടായിരുന്നു, പക്ഷെ കയറിയ ശേഷം പേടിയുണ്ടായിരുന്നില്ല. പക്ഷെ വേഗം തീർന്നു. പക്ഷെ ഓവറോൾ നന്നായിരുന്നു. പിന്നെ ഗൈസ് നമ്മൾ എല്ലാം ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കുന്നു. എന്നിട്ട് ഈ പ്രാവശ്യം എനിക്ക് ചിക്കൻ ബിരിയാണി നിന്നിട്ട് ഒരു ചിക്കൻ 65 കിട്ടി. ആദ്യം നമുക്ക് നമ്മുടെ ചിക്കൻ ബിരിയാണി തൊട്ട് തുടങ്ങും. ആദ്യം നമുക്ക് ഈ മോനെ അങ്ങോട്ട് മുറിക്കാം. ഓ ഗൈസ്, എന്തൊരു ജ്യൂസി ലുക്കാണ്. അപ്പൊ ആദ്യം ഇത് കഴിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളുടെ ഡേ 2 അൽബഹാൽ കഴിഞ്ഞു. ഇന്നെനിക്ക് വളരെ വളരെ രസം വന്നായിരുന്നു ഗൈസ്. ഐ മീൻ സിപ്പ് ലൈൻ, പിന്നെ സ്കൈ സൈക്കിൾ, ഒത്തിരി ആക്ടിവിറ്റീസ് ഞാനൊക്കെ എൻജോയ് ചെയ്തു ഗൈസ്. നാളെ ഉണ്ടോ നമ്മളൊരു മറ്റൊരു സ്ഥലത്തിൽ പോവാണ് ഗൈസ്. എന്നിട്ട് വീണ്ടും നമ്മൾ സിപ്പ് ലൈനിങ്ങിൽ പോവാം. സിപ്പ് ലൈൻ ഈസ് ദ ബെസ്റ്റ്. അപ്പൊ അത്രയുള്ള എന്റെ അടുത്ത്, കാരണം എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോഴത്തേക്ക് ഞാൻ നാളെ കാണാം ഫ്രണ്ട്സ് നിങ്ങളെ. അപ്പൊ വരട്ടെ, ബൈ.